നെയ്യാറ്റിൻകരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ. മനസ്സിനെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവ സമയം, ആ ഒരു കൊലപാതകം നടന്ന സമയത്തെ ദൃശ്യങ്ങളാണ് ഇത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാകും എന്നത് തീർച്ചയാണ്. ഈ ഇരു വീട്ടുകാരും തമ്മിലുള്ള തർക്കം, ഈ അതിർത്തി തർക്കം തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു? ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു കൊലപാതകം അത് ആണോ എന്നാണോ, അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന തരത്തിലാണോ പോലീസ് ഇതിനെ കാണുന്നത്? ആര്യ, ആദ്യം സുപ്രഭാതം. ഒപ്പം വളരെ വളരെ ദുഃഖകരമായ ഒരു വിഷയം തന്നെയാണ് നമുക്ക് നെയ്യാറ്റിൽ നിന്ന് രാവിലെ പങ്കുവെക്കാനുള്ളത്. കാരണം ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകിട്ട് ോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഇറങ്ങിയിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മാവിളക്കടവ് സ്വദേശിയായ ശശി എന്ന 70-കാരനാണ് കുത്തേറ്റ്, അയൽവാസിയായ സുനിൽ ജോസിന്റെ കുത്തേറ്റം മരിച്ചത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സംഭവം നമുക്കറിയാൻ കഴിയുന്നത്, ഈ പറയുന്ന ശശിയുടെ മൂത്ത മകളുടെ വീടിന് സമീപത്താണ് ഈ സുനിൽ എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത്, കുടുംബസമേതം താമസിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഈ സ്ഥലം അയാളുടെ ബന്ധുവിൽ നിന്ന് തന്നെ വാങ്ങി ഇവിടെ വരുന്നത്. ആ സമയം മുതൽ തന്നെ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു. കാരണം ഈ പറയുന്ന ശശിയുടെ മകളുടെ വീടിനടുത്തുള്ള കിണർ ഉൾപ്പെടെ ഈ പറയുന്ന ഇയാളുടെ ഈ സുനിലിന്റെ വീടിനോട്, സുനിലിന്റെ ഭൂമിയോട് ചേർന്നാണ് കിടക്കുന്നുള്ള ഉൾപ്പെടെയുള്ള തർക്കങ്ങളൊക്കെയാണ് നിന്നിട്ടുള്ളത്. എന്തായാലും ആ തർക്കം പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലും ഒപ്പം നെയ്യാറ്റിൻകര തഹസിൽദാരുടെയൊക്കെ റവന്യൂ വിഭാഗത്തിന്റെയൊക്കെ മുമ്പിലെത്തിയിരുന്നു. പലപ്പോഴായി അവരവിടെ എത്തി അതിനെ പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് ഫലം കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന് ഈ പറയുന്ന അതിര് നിർണയിച്ച് നൽകിയിരുന്നു. അതിര് നിർണയിച്ച് നൽകിയെങ്കിലും അതിര് നിർണയിച്ച് നൽകുന്ന സമയത്തിനിടയിൽ അവിടെ ഇട്ടിരുന്ന തൂണുകൾ ഈ പറയുന്ന ശശി മകളുടെ ഭൂമിയിലിട്ട തൂണിനെ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു, വേലിക്കല്ലിനെ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു പ്രകോപിതനായ ഈ പറയുന്ന സുനിൽ വന്ന ഈ ശശിയെ കുത്തുന്നത്. കുത്തേറ്റ് തുടർന്ന് തന്നെ അദ്ദേഹം വീഴുകയായിരുന്നു. ഗുരുതരമായ പരിക്കായിരുന്നു അപ്പോഴേറ്റത്. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നെയ്യാറ്റിൻകര മോർച്ചറിയിൽ എത്തിച്ച ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതേസമയം ഇന്നലെ തന്നെ സുനിലിനെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റും രാത്രിയോട് രേഖപ്പെടുത്തിയതാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്തായാലും ഈ പറയുന്നത് അതിർത്തി തർക്കമാണ്. വസ്തു സംബന്ധമായ ഒരു വിഷയം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പരസ്പരമായി ഉണ്ടായിരുന്നു കാലങ്ങളായി. ഇയാളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഈ പറയുന്ന ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വസ്തു വാങ്ങി ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിച്ചു വരികയായിരുന്നു. എന്നിരുന്നാലും ഈ പറയുന്ന അതിർത്തി തർക്കമായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫോറൻസിക് സംഘം ഇന്നലെ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കൊല്ലപ്പെട്ട ശശിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും.